Welcome all of you to our English online class. Previous days we discussed the first lesson, the mysterious picture and its activities. We completed everything. That is, the first lesson, the mysterious picture, is over. Today we are going to discuss the new topic that is entitled as The Boy Who Drew Cats. Okay, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് മിസ്റ്റീരിയസ് പിക്ചർ അഥവാ നിഗൂഢമായ ചിത്രം എന്ന കഥയായിരുന്നു, അതിലെ പ്രവർത്തനങ്ങളായിരുന്നു. അത് നമ്മൾ തീർത്തു കഴിഞ്ഞു. ആ പാഠഭാഗം കഴിഞ്ഞു, അത് അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, പൂച്ചകളെ വരച്ച ആൺകുട്ടി എന്ന് പറയുന്ന പുതിയ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദിസ് ഈസ് ആൾസോ എ സ്റ്റോറി. ഇതും ഒരു കഥയാണ്, ഇതും ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു ചെറു കഥയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റോറി written by Hasegawa Takejiro. Hasegawa Takejiro. Who was he? He was an innovative Japanese publisher specializing in, that is, European languages on Japanese subjects. He employed leading foreign residents as translators and noted Japanese artists. ഇപ്പോൾ ഏതായാലും ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നുള്ള ഈ പാഠഭാഗം ഒരു ചെറുകഥയാണ്. എഴുതിയുള്ളത് ഹസഗാവ തക്കിജിറോ എന്ന് പറയുന്ന ജാപ്പാനീസ് എഴുത്തുകാരനാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. A long time ago, in a small country village in Japan, there lived a poor farmer and his wife. കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ ഗ്രാമത്തിൽ, ജപ്പാനിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ, അവിടെയായിരുന്നു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നത്. who were very good people. അവരെ രണ്ടുപേരും നല്ല ആളുകളായിരുന്നു. They had a number of children. അവർക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. And found it very hard to feed them all. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ അവരെയെല്ലാം ഊട്ടിക്കുക, തീറ്റിപ്പോറ്റുക എന്നുള്ളത് വളരെ വലിയ പ്രശ്നം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ച്. The son was strong enough when only 14 years old to help his father. 14 വയസ്സ് പ്രായമുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള മൂത്ത സഹോദരൻ അവൻ്റെ അച്ഛനെ സഹായിച്ചു കൊണ്ടിരുന്നു. The little girls learned to help their mother almost as soon as they could walk. പെൺകുട്ടികൾ അവർ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ അവരുടെ അമ്മയെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. This is the first one. Second passage. But the youngest child, a little boy, did not seem to be fit for hard work. പക്ഷെ അവിടെ കൂട്ടത്തിൽ ഇടയിലുണ്ടായിരുന്ന ഏറ്റവും ഇളയവൻ, അവന് കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. He was very cleverer than all his brothers and sisters. അവൻ്റെ അനിയന്മാരുടെയും ചേട്ടന്മാരുടെയൊക്കെ ഇടയിൽ, അവരുടെ ഇടയിലൊക്കെ ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. But he was quite weak and small and people said he could never grow very big. മാത്രമല്ല ദുർബലനും ചെറിയവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും പറഞ്ഞു, അവൻ ഇനി വളരില്ല, അവൻ്റെ വളർച്ച ഇത്രയേ ഉണ്ടാവൂ എന്നൊക്കെ ആളുകൾ പറഞ്ഞു. So his parents thought it would be better for him to become a priest than to become a farmer. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ചിന്തിച്ചു, ഇങ്ങനെയുള്ള ഇവനെ കർഷകൻ ആക്കുന്നതിനേക്കാളും നല്ലത് ഒരു പുരോഹിതനാക്കുന്നതായിരിക്കും നല്ലത് എന്ന് ചിന്തിക്കുകയാണ്. ചിന്തിച്ചു. തിങ്ക്, തോട്ട്, V1, V2, V3 ഫോം. തിങ്ക്, തോട്ട്, യെസ്.
They took him with them to the village temple one day. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലുള്ള അമ്പലത്തിലേക്ക് അവനെ കൊണ്ടുപോയി. And asked the good old priest who lived there. അവിടെ താമസിക്കുന്ന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ ചോദിച്ചു, if he would have their little boy for his acolyte. Acolyte, helper, സഹായി. ഓക്കെ, അപ്രൻറ്റീസ്, സഹായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തൻ്റെ സഹായിയായിട്ട് ഞങ്ങളുടെ മകനെ നിങ്ങളിവിടെ നോക്കണം. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓർ ടു നോ. എന്തൊക്കെയാണോ ഒരു പുരോഹിതനാവൻ ആവാൻ വേണ്ടത് അത് അവനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നും രക്ഷിതാക്കൾ പുരോഹിതനോട് പറയുകയാണ്. നെക്സ്റ്റ് വൺ, ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ബോയ്, ആൺകുട്ടി, ബാലൻ. ആ വൃദ്ധനായ പുരോഹിതൻ നമ്മുടെ ഈ ആൺകുട്ടിയോട് വളരെ ദയോടെ സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. സംസാരത്തിനിടയിൽ ചില പ്രയാസമേറിയ ചോദ്യങ്ങൾ ചോദിച്ചു. സോ ക്ലെവർ വെർ ദ ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് അഗ്രീഡ് ടു ടേക്ക് ദ ലിറ്റിൽ ഫെല്ലോ ഇൻ ടു ടെമ്പിൾ ആസ് ആൻ അക്കോലൈറ്റ്. അങ്ങനെ പ്രയാസമേറിയ ചോദ്യങ്ങൾക്ക് സമർത്ഥനായ ഈ ആൺകുട്ടി ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ സന്തോഷവാനായിട്ട് അദ്ദേഹം അവനെ തൻ്റെ സഹായിയായി എടുത്തു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അങ്ങനെ അവന് പുരോഹിത്യം, ഓക്കെ, പ്രീസ്റ്റ്ഹുഡ് മീൻസ് പൗരോഹിത്യം, പുരോഹിതനാവാനുള്ള ആ ഒരു പഠനം, ആ ഒരു കോഴ്സ് കൊടുക്കാൻ തയ്യാറായി. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. എന്തൊക്കെയാണ് പുരോഹിതൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് വളരെ പെട്ടെന്ന് അവൻ ഗ്രഹിച്ചു, പഠിച്ചെടുത്തു. ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചു, ഒബീഡിയൻറ്റ്, അനുസരണയുള്ള. ബട്ട് ഹി ഹാഡ് വൺ ഫോൾ. ഇങ്ങനെയൊക്കെയുള്ള ഇവനൊരു കുറവുണ്ട്, പ്രശ്നമുണ്ട്. എന്താണത്? പ്രശ്നമുണ്ടായിരുന്നു. ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്. പഠിക്കുന്ന സമയങ്ങളിൽ അവൻ എന്ത് ചെയ്യും? പൂച്ചകൾ ചിത്രം ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. പൂച്ചകളുടെ ചിത്രം മാത്രമേ, ആ പൂച്ചകളുടെ ചിത്രങ്ങൾ മാത്രമേ അവന് വരയ്ക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. എപ്പോഴൊക്കെയാണ് അവൻ ഏകാന്തയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഹി ഡ്രീവ് കാറ്റ്സ്, അപ്പോഴൊക്കെ പൂച്ചകളുടെ ചിത്രം അവൻ വരയ്ക്കുമായിരുന്നു. He drew them on the margins of the priest books and on all the screens of the temple. പുരോഹിതൻ്റെ പുസ്തകത്തിൻ്റെ മാർജിനുകളിലും അമ്പലത്തിൻ്റെ ആ സ്ക്രീനുകളിലും പ്രതലങ്ങളിലൊക്കെ അവൻ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ചുമരിൽ, ആൻഡ് ഓൺ ദ വാൾസ്, ചുമരിൽ വരച്ചു. ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, തൂണുകളിലും അവൻ ചിത്രം വരച്ചു. പൂച്ചകളുടെ ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. Several times the priest told him this was not right. പല തവണ അവനോട് പുരോഹിതൻ പറഞ്ഞു ഇത് ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്സ്. ഇങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ആൺകുട്ടി അനുസരിച്ചില്ല, അവൻ വരയ്ക്കുന്നത് നിർത്തിയില്ല. ഹി ഡ്രീ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവന് നിസ്സഹായനായിരുന്നു, അവൻ്റെ ശീലമായി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് അവന് നിർത്താനും കഴിഞ്ഞില്ല, അവൻ വരച്ചുകൊണ്ടേയിരുന്നു. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഈ ഒരു കഴിവ് കണ്ടിട്ട് അദ്ദേഹം അവനെ സമർത്ഥൻ, അതായത് കലയിലെ സമർത്ഥൻ എന്ന് വിശേഷിപ്പിച്ചു അവനെ. ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ അക്കോലൈറ്റ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവന് തൻ്റെ സഹായി ആവാൻ കഴിയുകയുമില്ല, യോഗ്യത ഇല്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. എ ഗുഡ് അക്കോലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. കാരണം ഒരു നല്ല പുരോഹിതൻ സഹായി ആവണമെങ്കിൽ ആ പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതനാകാൻ പോകുന്ന വ്യക്തി പുസ്തകങ്ങൾ വായിക്കും, പഠിക്കും. പക്ഷേ ഇവൻ ചെയ്തില്ല, അതുകൊണ്ട് അവൻ യോഗ്യനല്ല എന്ന് പുരോഹിതൻ കണ്ടെത്തുകയാണ്. വൺ ഡേ ആഫ്റ്റർ ഹി ഹാഡ് ഡ്രോൺ സം വെരി ക്ലെവർ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് അപ്പോൺ എ പേപ്പർ സ്ക്രീൻ. അങ്ങനെ സമർത്ഥമായിട്ട് ഒരു ദിവസം അവൻ എന്ത് ചെയ്തു? പേപ്പറുകളിൽ അവൻ ചിത്രം വരച്ചു. ദ ഓൾഡ് പ്രീസ്റ്റ് സെഡ് ടു ഹിം കർശനമായിട്ട് അവന് പറഞ്ഞു, മൈ ബോയ് യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. ഇനി മേലാൽ ഇവിടെ നിൽക്കരുത്, നീ ഇവിടെ വിട്ട് പോവണം. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്കൊരിക്കലും ഒരു നല്ല ഒരു പുരോഹിതനാവാൻ കഴിയില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ നിനക്ക് നല്ലൊരു കലാകാരനാവാൻ സാധിക്കും. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഈ അവസാന നിമിഷത്തിൽ ഞാൻ നിനക്കൊരു ഉപദേശം തരാം.
ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. നീ ഈ ഒരു ഉപദേശം ഒരിക്കലും മറക്കുകയും അരുത്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രികാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറുതിൽ ഒതുങ്ങുക എന്ന ഈ ഒരു ഉപദേശമാണ് അദ്ദേഹം അവന് നൽകിയത്. നെക്സ്റ്റ് വൺ, ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മീൻ ബൈ സേയിങ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു എ സ്മോൾ. വലുതുകളിൽ നിന്ന് മാറി ചെറുതിലേക്ക് ഒതുങ്ങുക എന്ന സന്ദേശം അവന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഹീ തോട്ട്, അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. വൈൽ ഹീ വാസ് ട്രൈയിങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ടു ഗോ അവേ. അങ്ങനെ ചെറിയ ബാണ്ടക്കെട്ട് അവൻ കെട്ടിക്കൊണ്ട് അവൻ ചിന്തിച്ചു. എന്നിട്ട് അവിടെ ചിന്തിച്ചുകൊണ്ട് അർത്ഥം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അവൻ പോയി. ബട്ട് ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലായില്ല. ആൻഡ് ഹീ വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. തീർച്ചയായിട്ടും നന്ദി അല്ലെങ്കിൽ യാത്ര പറയുക മാത്രമല്ലാതെ അവൻ വേറെ ഒന്നും പേടി കാരണം സംസാരിച്ചില്ല, പറഞ്ഞില്ല. ഹീ ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. വളരെ ദുഃഖത്തോടെ അവൻ ആ അമ്പലം വിട്ട് പോവുകയാണ്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഷുഡ് ഡു. അവൻ അത്ഭുതപ്പെട്ടു, ഇനി എന്തു ചെയ്യും. ഇഫ് ഹി വെന്റ് സ്ട്രേറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ഹിസ് പ്രേസ്. ഡിസൊബീഡിയൻറ്റ്, അനുസരിക്കാതിരിക്കുക. തീർച്ചയായിട്ടും എന്തു ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. ഇപ്പോൾ താൻ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ വിചാരിക്കും പുരോഹിതനെ അനുസരിച്ചില്ല, അനുസരണക്കേട് കൊണ്ടായിരിക്കും, അതിന് ശിക്ഷയായിരിക്കും ഈ ഒരു തിരിച്ചുവരവ് എന്ന് കരുതി അദ്ദേഹം അവനെ ശിക്ഷിക്കും. സോ ഹി വാസ് അഫ്രേഡ് ടു ഗോ ഹോം. അതുകൊണ്ട് അവനെ വീട്ടിലേക്ക് പോകാൻ പേടിയായി. ഓൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ് 12 miles away there was a very big temple. എന്തായാലും അവൻ ഓർത്തു, തൊട്ടടുത്ത 12 മൈലുകൾക്ക് അപ്പുറം അവിടെ വലിയൊരു അമ്പലമുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി. heard there were several priests at that temple. അവിടെ കുറേ ധാരാളം പുരോഹിതന്മാരുണ്ടെന്നും അവൻ അറിഞ്ഞു. and he made up his mind to go to them and ask them to take him for their accolade. അങ്ങനെ അവിടെ പോയിട്ട് അവരുടെ സഹായിയാവാൻ അവൻ ആലോചിച്ചു, തീരുമാനമെടുക്കുകയാണ്. ഏതായാലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അച്ഛൻ വഴക്ക് പറയും, ചീത്ത പറയും, ശിക്ഷിക്കും. ഈ ഒരു പേടി കാരണം തൊട്ടപ്പുറത്തുള്ള വലിയ അമ്പലത്തിലേക്ക് അവൻ യാത്ര തിരിക്കുകയാണ്. So students, we can wind up here. We can continue the remaining parts of the story in the coming online class. Thank you.